ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അതിന് നമ്മൾ ടെസ്കോയിൽ നിന്ന് മേടിച്ച 2 പാക്കറ്റ് ഡ്രം സ്റ്റിക്കുണ്ട്. സ്കിന്നൊന്നും കളയണ്ട. ഞാൻ കഴുകത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കഴുകൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഡയറക്റ്റ് അത് ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടത് കാണിക്കാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അതിലോട്ട് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 3 സ്പൂണ് മല്ലിപ്പൊടി, 3 സ്പൂണ് മുളക് പൊടിയും വേണം കേട്ടോ. നല്ല നല്ല എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ 1 സ്പൂണ് ഗരം മസാല വേണം. പിന്നെ തന്തൂരി മസാലയാണത്. അത് ഒരു സ്പൂൺ നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഡാർക്ക് സോയാ സോസ് ഒരു ശകലം, പിന്നെ ഒരു 2 സ്പൂണ് എണ്ണയും. ഇത് മതി. പിന്നെ കുറച്ച് ഒരു ലെമണും വേണം കേട്ടോ. ഒരു ഫുൾ ലെമൺ നമ്മൾ പിഴിയുന്നുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനെ തേച്ച് പിടിപ്പിക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഈ ഇതാണ് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനെ പിടിപ്പിക്കാം. ഇത് ചിക്കനൊന്ന് കട്ട് ചെയ്യാം. ഇത് ചിക്കൻ ഞാൻ കഴുകത്തില്ലെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അത് നമ്മൾ ട്രേയിലോട്ട് ഇടുവാണ് ഡയറക്റ്റ് ആ പാക്കറ്റ് പൊട്ടിച്ച്. അതിൻ്റെ സ്കിന്നോട് കൂടിയായിരുന്നു. സ്കിന്ന് നമ്മൾ മാറ്റുന്നുണ്ട്. സ്കിന്ന് നമ്മൾ ശകലം ഒന്ന് വലിച്ച് മാറ്റി വെക്കും. എന്നിട്ട് നമുക്കിതൊന്ന് വരയണം. അതുപോലെ ഇങ്ങനെ ഫുള്ള് വരയണം കേട്ടോ. ഇതേ ഫുള്ള് വരഞ്ഞിട്ടുണ്ട്. സ്കിന്ന് ഞാൻ പുറകോട്ട് മാറ്റി. സ്കിന്ന് ഞാൻ കളയാറില്ല. സ്കിന്ന് വെച്ചിട്ടാണ് കുക്ക് ചെയ്ത് ഓവൻ ചെയ്യുന്നത്. ആ സ്കിന്ന് പുറകോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ അത് പുരട്ടുവാണ്. ഇനി മസാല പുരട്ടി അങ്ങ് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കാം. മസാല നല്ലതായിട്ട് പിടിക്കണം. നമ്മൾ കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിച്ചാലേ ഉള്ളൂ മസാല അകത്ത് നല്ലതായിട്ട് പിടിക്കുകയുള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് മസാല ഇങ്ങനെ 1 സ്പൂൺ ഇട്ടിട്ട് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കാം. ഫുള്ള് നന്നായിട്ട് എല്ലായിടത്തും നല്ലതായിട്ട് പുരട്ടി നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ചിക്കനെ കംപ്ലീറ്റ് പിടിച്ചോളും. അപ്പം നമുക്ക് ആ ചിക്കനെ പിടിച്ച് ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ എത്ര നേരം ഫ്രിഡ്ജിൽ കയറ്റി വെക്കുക അത്ര നല്ലതാണ് കേട്ടോ. നമ്മൾ റെഡിയായി നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനി അടുത്ത 2 മണിക്കൂർ കഴിഞ്ഞ് ഓവനിലോട്ട് കയറ്റുവാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. 45 മിനിറ്റാണ് വെക്കുന്നത്. 45 മിനിറ്റ് പോരാ, ഒരു 1.5 മണിക്കൂറോളം വേണം. അതിൻ്റെ കൂട്ടത്തിൽ ചില ഒണിയൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പരിപാടി വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന്. അതിന് ഉപ്പിടുക, ശകലം ഒരു ശകലം എണ്ണയും സ്പ്രേ ചെയ്തിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഓവനിലോട്ട് കയറ്റി വെക്കുക. അപ്പം നമുക്ക് ഒരു അടിപൊളി പരിപാടി ഉണ്ടാക്കാം. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ. അത്ര എണ്ണയുടെ ആവശ്യമില്ല. ശകല എണ്ണ, അതൊരു സ്പ്രേ ചെയ്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, അത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ. ഈ ഓവനിലോട്ട് കയറ്റി അങ്ങ് വെക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ആ വെള്ളം നമുക്ക് ഈ ഒണിയിനകത്ത് ഒഴിക്കണം. ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഞാനത് ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ കൂടെ കുക്ക് ചെയ്താണ്. ഇതിപ്പോൾ ഗ്രേവി ആയില്ലേ, നല്ല അടിപൊളി ഗ്രേവിയാണ്. ഈ ഗ്രേവി നമുക്ക് ചട്ടിക്കകത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. എണ്ണയൊന്നും ഒഴിക്കാതെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതൊക്കെ ഇട്ടൊന്ന്, മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യമില്ല, മുളക് പൊടി ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. നമുക്ക് അത്യാവശ്യം മല്ലിപ്പൊടി മാത്രം ഇട്ടാൽ മതി. അതിൻ്റെ കൂടെ കുറച്ചൊരു മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ മന്തിയാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ആ ചിക്കൻ ഫ്രൈ വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ വെച്ചിട്ടൊന്ന് ഒന്നുകൂടെ ദം പിടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മന്തിയാവും. അതിൻ്റെ കൂടെ ആ ഗ്രേവി ഉണ്ടാക്കാൻ ഈ വറുത്ത ചിക്കൻ നമുക്ക് അതിനകത്ത് ഇട്ടാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൂ. സൂപ്പർ സാധനമാണ്. അത് എണ്ണയുടെ ആവശ്യവുമില്ല, ഒന്നുമില്ല. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഞാൻ ഗ്രേവി മുമ്പ് ഉണ്ടാക്കിയെന്ന് പോയില്ല നമ്മുടെ ഓവണിൽ വെച്ച്. ആ ഗ്രേവിക്കകത്തോട് ഒരു 4-5 തക്കാളിക്ക് അതേ ഹാഫ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ സ്കിന്നിങ് പോരും. ഈ സൈഡ് സ്കിന്നും നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പകുതി കട്ട് ചെയ്ത് ഞാൻ സ്കിന്ന് ഈസി ആയിട്ട് പോകുന്നുണ്ടോ. ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ സ്കിന്നും ഫുള്ളിങ് പോരും. സ്കിന്നും എല്ലാം പോകുന്നു. ഇനി അത് മാഷ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഗ്രേവിയായി. അതിനകത്തോട് ഇനി ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ശകലം ഗരം മസാല കൂടെ ഇട്ടാൽ മതി. ഇനി നിങ്ങൾക്ക് ഇനി അത് വേണമെങ്കിൽ എണ്ണ ഒഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഗ്രില്ല് ചെയ്ത ഓവൺ ചെയ്ത ചിക്കനും ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അടിപൊളി ചിക്കൻ കറിയായി. എണ്ണയൊന്നുമില്ല. നമ്മുടെ ഈ ഉള്ളിയും റോസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയോ യൂട്യൂബിൽ ഒരു ഫുൾ വീഡിയോ കാണും. ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫുൾ വീഡിയോ കാണത്തില്ലായിരിക്കും. ഇതിനകത്ത് കാണും, നമ്മുടെ യൂട്യൂബിൽ കാണും. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് കണ്ടിട്ട് അതും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും തീർച്ചയായിട്ടും ഒരു അടിപൊളി ചിക്കൻ കറിയല്ലേ, സൂപ്പർ. അപ്പം എല്ലാവർക്കും ബൈ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ബായ്.